ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 31-ാമത്തെ ശ്ലോകം നോക്കാം. ത്വം മഹാൻ പ്രകൃതി സൂക്ഷ്മ രജസത്വതമോമയീ ത്വമേവ പുരുഷോധ്യക്ഷ സർവക്ഷേത്രവികാരവിത്. ത്വം മഹാൻ പ്രകൃതി സൂക്ഷ്മ. ത്വം മഹാൻ, ഭഗവാനെ അങ്ങ്, ത്വം എന്ന് പറഞ്ഞാൽ അങ്ങ്, മഹാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മഹത്തത്വത്തെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങ് മഹത്തത്വം, പ്രകൃതി എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ നമ്മൾ സാധാരണ പ്രകൃതി, പുരുഷൻ എന്നിങ്ങനെ രണ്ട് തരത്തിൽ പറയാറുണ്ട്. പുരുഷൻ എന്നാൽ ഓരോ ചരാചരങ്ങളുടെയും ഉള്ളിൽ ജീവാണുവായി വർത്തിക്കുന്നത് എന്തോ അത് പുരുഷൻ. ആ പുരുഷൻ്റെ ഒരു ഭാഗമാണ്, ഒരംശമാണ് ജീവാംശമായിട്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ വർത്തിക്കുന്നത്. എന്നാൽ ആ ജീവാംശം വർത്തിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ജീവാംശം ഉള്ളിൽ കടക്കുന്നതിന് മുൻപ് യാതൊന്ന് സ്വയം പ്രവർത്തിക്കാൻ കഴിവില്ലാതെ നിന്നിരുന്നു, അത് പ്രകൃതി. അപ്പോൾ ഇവിടെ പറയാണ് പ്രകൃതിയും സൂക്ഷ്മ രജസത്വതമോമയി. സൂക്ഷ്മ എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മ സ്വരൂപിണിയുമായിട്ടുള്ള പ്രകൃതി. ഇവിടെ ഈ പ്രകൃതിയിലാണ് ഈ 24 തത്വങ്ങളും നിലകൊള്ളുന്നത്. ആ 24 തത്വങ്ങളും ചേർന്നാലും തനിയെയും അവയ്ക്ക് സ്വയമേവ പ്രവർത്തിക്കാൻ കഴിവില്ലാത്തവയാണ്. പഞ്ചഭൂതങ്ങളും അതേപോലെ പഞ്ചഭൂതങ്ങൾക്ക് അധിഷ്ഠാന ദേവതകൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 4 അന്ധക്കരണ വൃത്തികൾ, ഇവയൊക്കെ ചേർന്നിട്ടും, ഇവയെല്ലാം ചേരുന്നതാണ് 24 തത്വങ്ങൾ എന്ന് പറയുന്നത്. ഈ 24 തത്വങ്ങളും ചേർന്നിട്ടും അവയ്ക്ക് സ്വയമേവ പ്രവർത്തിക്കുവാൻ കഴിവില്ലാത്തവയാണ്. അവയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിവില്ല എന്ന് മനസ്സിലായപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജീവാംശമായി ഭഗവാൻ പ്രവേശിച്ചപ്പോഴാണ്, സൂക്ഷ്മരൂപത്തിൽ പ്രവേശിച്ചപ്പോഴാണ് അവയൊക്കെ വർത്തിക്കുവാനുള്ള ചൈതന്യം അവർക്ക് ലഭിച്ചതും വർത്തിച്ചു തുടങ്ങിയതും. അപ്പോൾ ഇവിടെ വളരെ സൂക്ഷ്മരൂപത്തിലുള്ള പ്രകൃതി, സൂക്ഷ്മരൂപിണിയായിട്ടുള്ള പ്രകൃതി, ആ പ്രകൃതിക്ക് സ്വയമേവ യാതൊരു കഴിവുമില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ അതിന് സ്വയമേവ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സൂക്ഷ്മ രൂപിണിയായിട്ടുള്ള പ്രകൃതി രജസത്വതമോമയി, രജസ്, സത്വം, തമസ് എന്നീ 3 ഗുണങ്ങളോട് കൂടിയ സ്വരൂപത്തോടു കൂടിയതും. അപ്പോൾ ഈ ഗുണങ്ങളുമൊക്കെ ചേരുന്നതാണ് പ്രകൃതി. ഈ 3 ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ചാണ് പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങൾക്കും വ്യത്യാസമുണ്ടാവുന്നത്. ഒരേ വീട്ടിൽ തന്നെയുള്ള അച്ഛനമ്മമാരുടെ 2 മക്കൾക്കും 2 ഗുണങ്ങൾ, 2 സ്വഭാവങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഈ ഗുണങ്ങളിലെ വ്യതിയാനമാണ്. അപ്പോൾ ഇങ്ങനെ രജസ്, സത്വം, തമസ് ഈ 3 തരത്തിലുള്ള ഗുണങ്ങളോട് കൂടിയതും സൂക്ഷ്മരൂപിണിയുമായിട്ടുള്ള പ്രകൃതിയും ത്വമേവ പുരുഷോധ്യക്ഷ, ത്വമേവ അങ്ങ് തന്നെയാണ്, പുരുഷോധ്യക്ഷ, പുരുഷഃ അധ്യക്ഷഃ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് പുരുഷോധ്യക്ഷ. പുരുഷഃ അങ്ങ് തന്നെയാണ് പുരുഷൻ. പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇവയുടെ എല്ലാം രക്ഷകനായിട്ട്, ഇവയ്ക്കെല്ലാം വർത്തിക്കുന്നതിനുള്ള ശക്തിയായി നിൽക്കുന്നവന്, അങ്ങനെയുള്ള പുരുഷനും അധ്യക്ഷഃ നാഥനുമായിട്ടുള്ളത്. ഇവർക്കെല്ലാം എല്ലാത്തിനും ഒരു അടിസ്ഥാനമുണ്ടാവണം. എന്തൊരു കാര്യവും നിലനിൽക്കണമെങ്കിൽ അതിനൊക്കെ അടിസ്ഥാന ശക്തിയായിട്ടുള്ള, നാഥനായിട്ടുള്ള ഭഗവാനെ അവിടുന്ന് തന്നെയാണ്
സർവക്ഷേത്ര വികാരവിത്. ഈ ദേഹം, ഇന്ദ്രിയങ്ങൾ, അന്ധക്കരണങ്ങൾ തുടങ്ങിയ ബഹുവിധ സർവക്ഷേത്ര വികാരവിത് തുടങ്ങിയതിനെ എല്ലാം അറിയുന്നത് ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിനുള്ളിൽ, ഭഗവാൻ ഗീതയിൽ പറയുന്നത് പോലെ ഇതം ശരീരം കൗന്ദേയ, ഈ ശരീരമാണ് ക്ഷേത്രം, ക്ഷേത്രത്തിനുള്ളിൽ ക്ഷേത്രജ്ഞനായിട്ട് വർത്തിക്കുന്ന ആ ഭഗവാൻ, അല്ലയോ ഭഗവാനെ അവിടുന്ന് തന്നെയാണ് അതും. അപ്പോൾ സൂക്ഷ്മരൂപിണിയായിട്ടുള്ള പ്രകൃതിയും ഒരു തരത്തിൽ പറഞ്ഞാൽ അങ്ങ് തന്നെയാണ്. കാരണം ആ പ്രകൃതിയായി നിലനിൽക്കുന്നത് അങ്ങ് നാഥനായിട്ടുള്ളത് കൊണ്ടാണ്, അങ്ങ് അതിനൊക്കെ വർത്തിക്കുന്നതിനുള്ള ഊർജമായി നിലനിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അത്യധികം സൂക്ഷ്മ സ്വരൂപിണിയായിട്ടുള്ളതും അതേപോലെ തന്നെ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നീ 3 ഗുണങ്ങളാകുന്ന സ്വരൂപത്തോടു കൂടിയതും പിന്നെയോ മഹത്തത്വമായി വർത്തിക്കുന്നതും ദേഹം, ഇന്ദ്രിയങ്ങൾ, അന്ധക്കരണങ്ങൾ ഇവയുടെയൊക്കെ പലതരത്തിലുള്ള മാറ്റങ്ങളെ അറിയുന്നവനും ഭഗവാനെ ത്വമേവ പുരുഷഃ, അങ്ങ് തന്നെയാണ് ആ പുരുഷൻ, അങ്ങ് തന്നെയാണ് അധ്യക്ഷഃ, നാഥനായിട്ടിരിക്കുന്ന ഇവയ്ക്കൊക്കെ രക്ഷകനായിരിക്കുന്നതും ഭഗവാനെ അവിടുന്ന് തന്നെയാണ്. ഈ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഈ 3 ഗുണങ്ങളും അതൊരു സമാവസ്ഥ, ഇത് 3ഉം തുല്യമായി നിൽക്കുമ്പോൾ ഏറ്റവും സൂക്ഷ്മരൂപത്തിൽ വർത്തിക്കുന്നതാണ് പ്രകൃതി. അതിൻ്റെ ആദ്യ വികാരാവസ്ഥയിൽ കാര്യരൂപേണ കാണപ്പെടുന്നതാണ് മഹത്തത്വവും ദേഹവും. ഈ ദേഹത്തിൽ ഇന്ദ്രിയങ്ങൾ, അന്ധക്കരണങ്ങൾ ഇവയ്ക്കെല്ലാം ഓരോരോ കാലങ്ങളിലും ഓരോരോ സമയങ്ങളിലും ഉണ്ടാകുന്ന അഭിവൃദ്ധിയും ക്ഷയവും എല്ലാം തന്നെ, അതുപോലെ തന്നെ രാഗാദിഭാവങ്ങളൊക്കെ ഇന്ദ്രിയങ്ങൾക്ക് ആ ഭാവങ്ങളുമൊക്കെ ഉണ്ടല്ലേ, രാഗാദിഭാവങ്ങളൊക്കെയും ഇതൊക്കെ അറിയുന്നവനും ഇവയ്ക്കെല്ലാം അംശഭൂതനായി ഇരുന്നു കൊണ്ട് ഇവയെല്ലാം അറിയുന്നവനും ഇവയെല്ലാം നിയന്ത്രിക്കുന്നതും കർത്താവായി ഇരുന്നു കൊണ്ട് ഈ ദേഹത്തെ ഒന്നാകെ പ്രകാശിപ്പിക്കുന്നതും ഭഗവാനെ അവിടുന്ന് തന്നെയാണ്. സർവസ്വരൂപമായിരിക്കുന്ന, സർവവ്യാപിയായിരിക്കുന്ന, സർവശക്തനായിരിക്കുന്ന അവിടുന്ന് തന്നെയാണ് ഭഗവാനെ. ഇതിൻ്റെ എല്ലാം നിയന്താവായിട്ടുള്ളത്. കാരണം അങ്ങ് അക്ഷയനാണ്, അങ്ങയ്ക്ക് നാശമില്ല, ബാക്കിയെല്ലാം നശിക്കുന്നതാണ്. അപ്പോൾ നശിക്കുന്നതായിട്ടുള്ളതിൻ്റെ ഉള്ളിൽ നാശമില്ലാതെ കുടികൊള്ളുന്ന അവിടുന്നാണ് ഭഗവാനെ ഇതിൻ്റെ ഓരോത്തിൻ്റെയും, ഓരോ ജീവൻ്റെയും, ഓരോ പ്രാണൻ്റെയും, ഓരോ ദേഹത്തിൻ്റെയും ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ത്വം മഹാൻ പ്രകൃതി സൂക്ഷ്മ രജസത്വതമോമയീ ത്വമേവ പുരുഷോധ്യക്ഷ സർവക്ഷേത്രവികാരവിത്. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പ്രകൃതി, രജ, പുരുഷോധ്യക്ഷ, അവിടെയൊക്കെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അവിടെ പുരുഷോധ്യക്ഷ, അവിടെ വിശ്ലേഷണമുള്ളത് കൊണ്ട് ഒകാരം നീട്ടിയെടുക്കുക. പിന്നെ സർവക്ഷേത്ര വികാരവിത്, അതൊക്കെ ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തത് 32ാമത്തെ ശ്ലോകമാണ്. ഗൃഹ്യമാണൈസ്ത്വമഗ്രാഹ്യോ വികാരൈ പ്രാകൃതൈർഗുണൈ കോൻവിഹാർഹതി വിജ്ഞാതും പ്രാക്സിദ്ധം ഗുണസംവൃത. ഗൃഹ്യമാണൈസ്ത്വമഗ്രാഹ്യോ, ഗ്രഹ്യമാണൈഃ ത്വം അഗ്രാഹ്യ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഗ്രഹ്യമാണൈസ്ത്വമഗ്രാഹ്യോ. ഗ്രഹ്യമാണൈ എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കപ്പെടുന്നവയും, ത്വം എന്ന് പറഞ്ഞാൽ അല്ലയോ ഭഗവാനെ തിരുവടിയെ അവിടുന്ന് തന്നെയാണ്. അഗ്രാഹ്യ എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കപ്പെടുവാൻ
കഴിയാത്തവനുമാകുന്നു. ഭഗവാനെ എങ്ങനെയാണ് ഭഗവാനെ പൂർണ്ണമായും മനസ്സിലാക്കുവാൻ കഴിയുക? ഗ്രഹിക്കപ്പെടുവാൻ ബുദ്ധിമുട്ടുള്ളവനാണ്. അങ്ങനെയുള്ള അവിടുന്ന് വികാരൈ പ്രാകൃതൈ ഗുണൈ വികാരങ്ങളാൽ പ്രാകൃതൈർഗുണൈ പ്രാകൃതൈ എന്ന് പറഞ്ഞാൽ പ്രകൃതി സംബന്ധമായിട്ടുള്ളത്, പ്രകൃതിയെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഗുണൈഹി ഗുണകാര്യങ്ങളും. അപ്പോൾ പ്രകൃതിയെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഗുണകാര്യങ്ങളും അതുപോലെ ഗ്രഹിക്കപ്പെടുന്നവയുമായ വികാരങ്ങളാൽ അല്ലയോ ഭഗവാനെ അവിടുന്ന് സ്വയമേവ ഗ്രഹിക്കപ്പെടുവാൻ കഴിയാത്തവനുമാകുന്നു. അവിടുന്ന് ഇവയെല്ലാം ഗ്രഹിക്കുന്നവനാണ്, എന്നാൽ അവിടുത്തെ ഗ്രഹിക്കപ്പെടുവാൻ കഴിയാത്തതുമാകുന്നു. കോൻ വിഹാർഹതി കഹ ഇവിടെ കഹ നു ഇഹ അർഹതി ഇങ്ങനെ 4 വാക്കുകൾ വരുന്നുണ്ട്. കോൻ വിഹാർഹതി. കഹ എന്ന് പറഞ്ഞാൽ ആര് എന്നുള്ള അർത്ഥമാണ്. കഹ നു എന്ന് പറഞ്ഞാൽ ആർക്കാണ്. ഇഹ അർഹതി. ഇഹ എന്ന് പറഞ്ഞാൽ ഇത് ഈ സംസാരത്തിൽ, അർഹതി എന്ന് പറഞ്ഞാൽ അർഹിക്കുന്നു. വിജ്ഞാതും അറിവിനായിക്കൊണ്ട്, അറിയാനായിക്കൊണ്ട്. പ്രാക്സിദ്ധം ഗുണസംവൃത. പ്രാക്സിദ്ധം, പ്രാക് എന്ന് പറഞ്ഞാൽ മുൻപ്, പ്രാക്സിദ്ധം മുമ്പ് തന്നെ സിദ്ധമായിട്ടുള്ളത്, മുൻപ് തന്നെ ഉള്ളതായിട്ടുള്ള. ഗുണസംവൃത ഈ ഗുണങ്ങളാൽ, സംവൃത എന്ന് പറഞ്ഞാൽ ആവരണം ചെയ്യപ്പെട്ടവൻ. അപ്പോൾ ഈ ഗുണങ്ങളാൽ മൂടപ്പെട്ടവനായിട്ടുള്ള, ഇവിടെ പറയുകയാണ് ഈ പ്രകൃതിയെ സംബന്ധിക്കുന്നതും ഗുണകാര്യങ്ങളും എല്ലാം തന്നെയും ഗ്രഹിക്കപ്പെടുന്നവയും, ഗുണകാര്യങ്ങളും അതേപോലെ തന്നെ ഗ്രഹിക്കപ്പെടുന്നവയുമായിട്ടുള്ള വികാരങ്ങളാൽ അല്ലയോ ഭഗവാനെ അവിടുന്ന് സ്വയമേവ ഗ്രഹിക്കപ്പെടുവാൻ കഴിയാത്തവനായി നിലനിൽക്കുമ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ ആവുന്നു ഭഗവാനെ അവിടുത്തെ ഗ്രഹിക്കുവാൻ കഴിയാതെ പോകുന്നു എന്ന് വെച്ചാൽ ഗുണങ്ങളാൽ മൂടപ്പെട്ടവയാണ് ഓരോ ജീവനും. അങ്ങനെയുള്ള ആർക്കാണ് ഭഗവാനെ ഈ സംസാരത്തിൽ അങ്ങയെ അറിയുവാൻ കഴിയുന്നത്? ഈ സംസാരം എന്ന് പറയുന്ന പ്രകൃതി തന്നെ ഈ 3 ഗുണങ്ങളാൽ ബന്ധിക്കപ്പെട്ടവയാണ്. അപ്പോൾ ഈ സംസാരത്തിൽ ഈ ഗുണങ്ങളിൽ ബന്ധിതനായി ഉഴർന്ന ഏതൊരു വ്യക്തിക്കാണ്, അല്ലെങ്കിൽ ഏതൊരു ജീവനാണ്, ആർക്കാണ് ഭഗവാനെ അങ്ങയെ അറിയുവാൻ കഴിയുക? അതേസമയം അങ്ങേക്കാകട്ടെ ഈ സ്ഥൂല സൂക്ഷ്മ രൂപത്തിൽ കുടികൊള്ളുന്ന സർവചരാചരങ്ങളെയും അതിൻ്റെ ഗുണകാര്യങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ വികാരങ്ങളാൽ ഗ്രഹിക്കപ്പെടുന്നവയുമായിട്ടുള്ള സർവ്വതും അവിടുന്ന് അറിയുന്നു. അവിടുത്തെ അറിയുക ബുദ്ധിമുട്ടാണ് ഭഗവാനെ. ഈശ്വരൻ എന്ന് പറയുമ്പോൾ സർവവ്യാപിയായിട്ടുള്ള സർവ്വതും അറിയുന്ന ചൈതന്യമാണെങ്കിൽ ഭഗവാൻ സൃഷ്ടിച്ച ഈ വിശ്വത്തിൻ്റെ ഒരു കോണിൽ, ഒരു മൂലയിൽ എവിടെയോ ഒരു ചെറിയ അണുവായി വർത്തിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ഇത്രയും ബൃഹത്തായ ഒന്നിനെ എങ്ങനെയാണ് അറിയുവാൻ കഴിയുന്നത്? ഒരു കവി പാടിയതുപോലെ അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന നേരം അതിങ്കൽ ഒരേടത്തൊരു കോണിലിരുന്നീ തിരിയുന്ന മർത്യൻ കഥയെന്തറിവോ. ഭഗവാൻ സൃഷ്ടിച്ച ഈ വിശ്വം, ഈ പ്രകൃതി അങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്.
പ്രപഞ്ചത്തിൽ ഓരോന്നും ചാക്രികമാണ്. അവിടെ ഇതിൻ്റെ ഈ വലിയൊരു ഭൂമിയുടെ ഏതോ ഒരു കോണിൽ ഇരുന്നു കൊണ്ട് ഭൂമിയോടൊപ്പം നമ്മൾ പോലും അറിയാതെ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഈ ചാക്രികമായ സംസാരത്തിൽ നമ്മൾ എന്തറിയുന്നു? ഒന്നും അറിയുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഈ ബൃഹത്തായ വിശ്വം തന്നെ യാതൊരു ശക്തിയിലാണോ നിലകൊള്ളുന്ന ആ ഭഗവാനെ എങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്? എന്നാൽ ഭഗവാനാകട്ടെ എല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഗൃഹ്യമാണൈസ്ത്വം അഗ്രാഹ്യോ വികാരൈഃ പ്രാകൃതൈർഗുണൈ കോൻവിഹാർഹതി വിജ്ഞാതും പ്രാക്സിദ്ധം ഗുണസമൃത. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ ഒരു പദം എന്ന് പറയുന്നതിന് കുറച്ച് വലുതാണ്. ഗൃഹ്യമാണേസ്ത്വം അഗ്രാഹ്യോ, ത്വം അഗ്രാഹ്യോ, അവിടെ മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. അതേപോലെ വികാരൈ പ്രാകൃതൈർഗുണൈ, രണ്ടിടത്തും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതേപോലെ തന്നെ ഗുണസമൃദ്ധ, അവിടെയും വിസർഗമുണ്ട്, ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്. അടുത്തതിനും 33-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.